ട്രോജൻ സൈന്യങ്ങൾ കൂത്തും കുടിയുമായി അങ്ങനെ ഉറക്കമിളിച്ചിരിക്കുമ്പോൾ അഗമെമ്നോൻ യവന നേതാക്കളുടെ ഒരു യോഗം വിളിച്ചു കൂട്ടുകയായിരുന്നു. സിയൂസ് ദേവൻ നമ്മെ ചതിച്ചിരിക്കുന്നു. ട്രോയ് നഗരം തകർത്ത് തരിപ്പണമാക്കുമെന്ന് അദ്ദേഹം ഒരിക്കൽ എനിക്ക് വരം നൽകിയതാണ്. എന്നാൽ ഇപ്പോഴാകട്ടെ അദ്ദേഹം ഒരു വൻ ചതി ആസൂത്രണം ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ കപ്പലുകളുമായി സ്വദേശങ്ങളിലേക്ക് മടങ്ങാം. അഗമെമ്നോൻ കണ്ണുനീരോടും കൂടി തന്റെ അഭിപ്രായം സദസ്സിനെ അറിയിച്ചപ്പോൾ എല്ലാവരും കാതോർത്തത് കേട്ടിരുന്നു. ഒരക്ഷരം പോലും മറുപടി പറയുവാൻ ആരും ശക്തരായില്ല. ഒടുവിൽ ഡയോമിഡിയസ് നിശബ്ദതയെ ഭഞ്ജിച്ചു. തിരുമേനി, ക്ഷമിക്കണം. സിയൂസ് ദേവൻ അങ്ങയ്ക്ക് ചെങ്കോലും ബഹുമതിയും നൽകിയിട്ടുണ്ടെങ്കിലും ധൈര്യവും സമരാവേശവും ലവലേശവും തന്നിട്ടില്ല. അങ്ങയ്ക്ക് പാലായനം ചെയ്യുവാനാണ് ആഗ്രഹമെങ്കിൽ അങ്ങനെ ചെയ്തുകൊള്ളൂ. പക്ഷേ ഞാനും സ്തെനിലോസും ട്രോയ് നഗരം തകർത്ത് തരിപ്പണമാക്കാതെ ഈ സമരത്തിൽ നിന്ന് പിൻവാങ്ങുന്ന പ്രശ്നമില്ല. എന്തെന്നാൽ ദൈവം തന്നെയാണ് ഞങ്ങളെ ഇങ്ങോട്ട് അയച്ചത്. ഡയോമിഡിയസിന്റെ അഭിപ്രായത്തിന് സദസ്യരാരിൽ നിന്നും നല്ല പ്രതികരണം ലഭിച്ചപ്പോൾ നെസ്തോർ എഴുന്നേറ്റു. ഡയോമിഡിയസെ, ഉചിതവും നീതിപൂർവവുമായ വാക്കുകളാണ് നിങ്ങൾ പറഞ്ഞതെങ്കിലും തന്ത്രപ്രധാനമായ പ്രായോഗിക നിർദ്ദേശങ്ങളൊന്നും അതിൽ കാണുന്നില്ലല്ലോ. വൃദ്ധൻ പറയാൻ തുടങ്ങി. ആദ്യമായി നമുക്കെല്ലാവർക്കും സുഭിക്ഷമായി ഭക്ഷണം കഴിക്കാം. അതിനുശേഷം നമ്മുടെ കിടങ്ങുകൾക്കും ചുവരുകൾക്കും ഇടയ്ക്കാൽ കാവൽ ഭടന്മാരെ അണിനിരത്താം. അഗമെമ്നോൻ രാജാവും ഒരു കാര്യം ഇതിനകം പ്രത്യേകം ചെയ്യാൻ, സൈന്യങ്ങളുടെ നായകത്വം ഏറ്റെടുക്കണം. പ്രായം ചെന്ന എല്ലാവരെയും അദ്ദേഹത്തിന്റെ കൂടാരത്തിലേക്ക് ക്ഷണിച്ച് ഒരു വിരുന്നൊരുക്കുക. വിരുന്നിൽ വെച്ച് വല്ല നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ലഭിച്ചുവെന്ന് വരും. അത് പ്രായോഗികമാക്കുകയാണ് അദ്ദേഹം ചെയ്യേണ്ടത്. നെസ്തോറിന്റെ പ്രഭാഷണം അവസാനിച്ചപ്പോൾ ആയുധമണിഞ്ഞ കാവൽ ഭടന്മാർ സംഘങ്ങളായി മുന്നോട്ട് നീങ്ങി. കാവൽ സ്ഥലങ്ങളിൽ വെച്ച് തന്നെ അവർ ഭക്ഷണം പാകം ചെയ്തു. അതേസമയം അഗമെമ്നോൻ രാജാവ് പ്രായം ചെന്ന സൈനിക നേതാക്കന്മാരെയെല്ലാം തന്റെ താവളത്തിലേക്ക് ക്ഷണിച്ച് മൃഷ്ടാനുഭോജനം നൽകി. നെസ്തോറാണ് അവിടെ വെച്ച് ആദ്യമായി സംസാരിച്ചത്. അടുക്കിലും ചിട്ടയിലും ക്രമത്തിലുമുള്ള മുഖവരിക്ക് ശേഷം നെസ്തോർ തുടർന്നു. അങ്ങ് ബ്രീസിയസ് എന്ന പെൺകുട്ടിയെ അക്കില്ലീസിന്റെ പക്കൽ നിന്ന് അപഹരിച്ചു കൊണ്ടുപോവുകയും അതിനെ തുടർന്ന് അദ്ദേഹം അത്യന്തം കോപിഷ്ഠനാകുകയും തീരുകയും ചെയ്ത സമയം മുതൽ എൻ്റെ ഉള്ളിൽ തട്ടിയ ഒരു അഭിപ്രായമാണിത്. അദ്ദേഹത്തിന് അവകാശപ്പെട്ട പാരിതോഷികങ്ങൾ തിരിച്ചു കൊടുക്കുക. ഒളിമ്പിയൻ ദേവതകൾ പോലും ആദരിക്കുന്ന ആ മഹാപുരുഷനെയാണ് അങ്ങ് അധിക്ഷേപിച്ചത്. അപ്പോൾ അഗമെമ്നോൻ രാജാവ് ഇടയ്ക്ക് കയറി പറഞ്ഞു, പ്രഭു, എൻ്റെ അന്നത്തെ ഭ്രാന്തിനെ പറ്റി പറഞ്ഞതത്രയും സത്യമാണ്. അതിനെന്ത് പരിഹാരവും ചെയ്യുവാൻ ഞാനിപ്പോൾ ഒരുക്കമാണ്. അക്കില്ലീസിന് ഞാൻ നൽകുവാൻ തയ്യാറായിരിക്കുന്ന പാരിതോഷികങ്ങൾ എന്തെല്ലാമാണെന്ന് പറയട്ടെ. 10 സ്വർണ്ണക്കട്ടികൾ, 12 വലിയ വട്ടളങ്ങൾ, 7 പുതിയ തൃപ്പാതികൾ, 12 വിശേഷപ്പെട്ട കുതിരകൾ, പിന്നെ സർവാംഗ സുന്ദരിയായ ബ്രീസിയസിനെ 7 ദാസിമാരോടും കൂടി തിരിച്ചേൽപ്പിക്കും. അവളെ ഞാൻ ഇതുവരെ പ്രാപിക്കുക പോലും ചെയ്തിട്ടില്ലെന്നുള്ളത് സത്യമാണ്. അഗമെമ്നോൻ തുടർന്നു. ഇനി ഭാവി കാര്യങ്ങളെപ്പറ്റി പറയാം. സിയൂസ് ദേവന്റെ സഹായത്താൽ പ്രിയാമിന്റെ നഗരം കീഴടക്കുവാൻ കഴിഞ്ഞാൽ അവിടെ നിന്നുള്ള വിജയദ്രവ്യങ്ങൾ പങ്കുവെക്കുമ്പോൾ അക്കില്ലീസ് തന്റെ കപ്പൽ നിറയെ സ്വർണവും പിത്തളയും വാരിക്കൂട്ടിക്കൊള്ളട്ടെ. 20 ട്രോജൻ സുന്ദരികളെയും എടുത്തുകൊള്ളട്ടെ. ആർഗോസിൽ മടതിയെത്തുമ്പോൾ എൻ്റെ സ്വന്തം പുത്രിയെ തന്നെ ഞാൻ അദ്ദേഹത്തിന് ഭാര്യയായി സമ്മാനിക്കും. എൻ്റെ പുത്രനായ ഒറൈസ്റ്റസിനെ എന്നോണം അക്കില്ലീസിനെ ഞാൻ സ്നേഹിക്കുകയും സമ്പദ് സമൃദ്ധമായ 7 നഗരങ്ങൾ സമ്മാനിക്കുകയും ചെയ്യും. നെസ്തോർ ഉടൻ തന്നെ രാജാവിൻ്റെ വാഗ്ദാന നിർദ്ദേശങ്ങളുമായി ഒരു ദൗത്യ സംഘത്തെ അക്കില്ലീസിന്റെ അടുക്കിലേക്ക് വിട്ടു. ഫീനിക്സും വലിയ അജാക്സും ഒഡീസിയസും ഉൾപ്പെടെയുള്ള ആ സംഘം അക്കില്ലീസിന്റെ പാളയത്തിലെത്തിയപ്പോൾ അദ്ദേഹം ഒരു വീണ മീട്ടിക്കൊണ്ട് പൗരാണിക രണവീരന്മാരുടെ മഹാപാതനങ്ങൾ പ്രകീർത്തിക്കുന്ന ഗാനങ്ങൾ ആലപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആഗതരെ കണ്ട അത്ഭുത പരതന്ത്രരായ അക്കില്ലീസ് വീണയും കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ ചാടി എഴുന്നേറ്റ് അവരെ സഹർഷം സ്വാഗതം ചെയ്തു. പെട്രോക്ലോസും കഥയറിയാതെ എഴുന്നേറ്റു. തൻ്റെ സുഹൃത്തുക്കളെ കാണുവാനിടയായതിൽ സന്തോഷം പൂണ്ട അക്കില്ലീസ് അവരുടെ ബഹുമാനാർത്ഥം ഒരു വലിയ വിരുന്ന് ഉടനടി ഏർപ്പാട് ചെയ്തു. വിരുന്ന് അവസാനിപ്പിച്ചപ്പോൾ ഉപചാര പ്രസംഗത്തിനെന്ന ഭാവേനെ ഒഡീസിയസ് എഴുന്നേറ്റ് ഇങ്ങനെ ആരംഭിച്ചു. അക്കില്ലീസേ, താങ്കൾ ഇപ്പോൾ കവചം ധരിച്ച് മുന്നോട്ട് വരാത്ത പക്ഷം ഞങ്ങൾക്ക് യാതൊരു രക്ഷയുമില്ല. നമ്മുടെ കപ്പൽ വ്യൂഹങ്ങളെയും കോട്ട മതിലുകളെയും തൊട്ടടുത്തായി ട്രോജൻ സൈന്യം പാളയമടച്ച് കിടക്കുകയാണ്. ഹെക്ടർ വിജയലഹരിയിൽ ഒരു ഭ്രാന്തനായി മാറിയിരിക്കുന്നു. നമ്മുടെ ജനങ്ങളെ രക്ഷിക്കണമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പോഴാണ് പുറപ്പെടേണ്ട സമയം. പിന്നീടാക്കിയാൽ ദുഃഖിക്കേണ്ടി വരും. ഈ യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ താങ്കളുടെ പിതാവായ പീലിയസ് താങ്കൾക്ക് നൽകിയ താക്കീത് ഓർക്കുന്നുണ്ടോ? അഥീനയും ഹെറാദേവിയും കനിയുന്ന പക്ഷം ഈ യുദ്ധത്തിൽ നീ വിജയിക്കും. പക്ഷെ നിന്റെ കോപം മാറ്റേണ്ടതൊരു വലിയ ആവശ്യമാണ്. എന്നാൽ താങ്കൾ അതെല്ലാം വിസ്മരിച്ചിരിക്കുന്നു. പകയെല്ലാം മാറ്റി അങ്ങൾ അഗമെമ്നോനുമായി യോജിപ്പിലെത്തണം.
ഒഡീസിയസ് അനന്തരം അഗമെമ്നോൺ വാഗ്ദാനം ചെയ്ത പാരിതോഷികങ്ങളുടെ പട്ടിക ഓരോന്നായി നിരത്തി. എൻ്റെ സ്വന്തം പാരിതോഷികം തട്ടിയെടുത്ത് എന്നെ നിന്ദിച്ചവൻ ഇനിയും എന്നെ വംശീകരിക്കുവാൻ ശ്രമിക്കുന്നത് നിഷ്ഫലമാണ്. അക്കില്ലീസ് ഇങ്ങനെ പറയുവാൻ തുടങ്ങി. ഇനി നിങ്ങളും മറ്റ് രാജാക്കന്മാരും കൂടി അഗമെമ്നോണിനെ സഹായിച്ച് കപ്പലുകളെ അഗ്നിക്കിരയാകാതെ നോക്കിക്കൊള്ളുക. ഞാനില്ലാതെ അദ്ദേഹം ഇതിനകം വേണ്ടുപോളം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു. എന്നിട്ടും അദ്ദേഹത്തിന് ഹെക്ടറെ ചെറുത്തു നിൽക്കുവാൻ കഴിഞ്ഞില്ലല്ലേ? ഞാൻ സജീവ രംഗത്തായിരുന്നപ്പോൾ ഹെക്ടർ തലവെളിയിൽ പോലും കാണിക്കുവാൻ ധൈര്യപ്പെട്ടിട്ടില്ല. ഇനി ഞാൻ ഏതായാലും ഹെക്ടറോടുമായി യുദ്ധത്തിനില്ല. സിയൂസ് ദേവിന് ബലിയർച്ചനകൾ നേർത്തിയതിനു ശേഷം നാളെ തന്നെ എൻ്റെ കപ്പലുകൾ കടലിറക്കി നാട്ടിലേക്ക് മടങ്ങുകയാണ്. അദ്ദേഹത്തിൻ്റെ സമ്മാനങ്ങൾക്ക് ഒരു തുരുമ്പിൻ്റെ വില പോലും ഞാൻ കൽപ്പിക്കുന്നില്ല. അദ്ദേഹം എനിക്ക് കടൽ തീരത്തെ മണൽത്തരികളോളമോ ഭൂതലത്തിലെ ധൂളിക്കോളമോ വിത്തം നൽകാമെന്ന് പറഞ്ഞാലും എൻ്റെ നിശ്ചയത്തിൽ നിന്നും ഞാൻ അളവ് വ്യതിചലിക്കുവാൻ പോകുന്നില്ല. അദ്ദേഹത്തിൻ്റെ പുത്രി അവളുടെ സൗന്ദര്യം അഫ്രൊഡൈറ്റിയുടേതിനെ വെല്ലുവിളിക്കുന്നതാകട്ടെ, അവളുടെ കഴിവുകൾ അഥീനയുടേതിനെ അതിശയിക്കുന്നതാകട്ടെ, ഞാൻ അവളെ വിവാഹം കഴിക്കില്ല. എൻ്റെ ആയുസിനെ പറ്റി അമ്മയായ തേറ്റിസ് പറയുന്നത് ഞാൻ ട്രോയിൽ താമസിച്ചിരുന്ന യുദ്ധം തുടരുകയാണെങ്കിൽ വീട്ടിൽ തിരിച്ചെത്തുവാൻ ഇടവരികയില്ല എന്നാണ്. പക്ഷേ എൻ്റെ കീർത്തി ആ ചന്ദ്രതാരം നിലനിൽക്കും. മറിച്ച് ഞാൻ സ്വഭവനത്തിലേക്ക് മടങ്ങുന്ന പക്ഷം അകാല ചരമത്തിൽ നിന്നും രക്ഷപ്പെട്ട് നീണാൽ ജീവിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് യുദ്ധം തുടരണമെങ്കിൽ അതിന് വേറെ മാർഗങ്ങൾ കണ്ടുപിടിച്ചുകൊള്ളുക. എന്നെ കിട്ടുകയില്ല. എൻ്റെ മറുപടി ഇതേ രൂപത്തിൽ അഗമെമ്നോണിനെ അറിയിക്കുക. ഫിനിക്സിന് ഇഷ്ടമാണെങ്കിൽ നീ ഇന്നിവിടെ കൂടാം. നാളെ ഞങ്ങളോടൊരുമിച്ച് വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്യാം. അക്കില്ലീസിൻ്റെ കോപാഗ്നി കെട്ടടങ്ങിയപ്പോൾ ഫീനിക്സ് പറഞ്ഞു, സ്വന്തം മകനെ പോലെയാണ് കുട്ടിക്കാലം മുതൽ ഞാൻ താങ്കളെ വളർത്തിക്കൊണ്ടു വന്നതും ആയുധമുറ അഭ്യസിപ്പിച്ചത്. എൻ്റെ ആപത്തിലും അപമാനത്തിലും താങ്കൾ താങ്ങും തണലുമാകുമെന്നായിരുന്നു എൻ്റെ വിശ്വാസം. താങ്കളുടെ കോപശീലം മാറ്റാം. അഗമെമ്നോൺ അത്യുദ്ധാരമായ വാഗ്ദാനങ്ങളാണ് നൽകിയിരിക്കുന്നത്. ശുഭവാർത്തയുമായി വരുന്നവരെ പാദം കൊണ്ട് പ്രഹരിക്കരുത്. വരൂ, കോപം മിടിഞ്ഞ് പാരിതോഷികങ്ങൾ കൈപ്പറ്റി യുദ്ധത്തിനിറങ്ങും. ഫീനിക്സിൻ്റെ ഉപദേശത്തിന് അക്കില്ലീസ് മറുപടി പറഞ്ഞു, പിതൃതുല്യനായ ഫീനിക്സ് എൻ്റെ ശരീരത്തിനുള്ളിൽ ജീവൻ അവശേഷിക്കുകയും അവയവങ്ങൾക്ക് ചലനശക്തി ഉണ്ടായിരിക്കുകയും ചെയ്യുന്ന കാലത്തോളം എൻ്റെ ബഹുമതി ഞാൻ നിലനിർത്തും. എന്നെ ഉപദ്രവിച്ച അഗമെമ്നോണിനെ ഞാൻ സഹായിക്കുകയില്ല. താങ്കൾ എന്നോട് ഒന്നിച്ചു നിൽക്കുക. സന്ദേശത്തിനുള്ള മറുപടിയായി ഇവർ മടങ്ങിപ്പോയിക്കൊള്ളട്ടെ. എന്നിട്ട് അദ്ദേഹം ഫീനിക്സിന് കിടക്കുവാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുവാൻ പെട്രോക്കോളിസിന് ആംഗ്യനിർദ്ദേശം നൽകി. താങ്കൾക്ക് പിരിഞ്ഞു പോകുവാൻ സമയമായെന്ന് മനസ്സിലാക്കിയ വലിയ അജാക്സ് അപ്പോൾ എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു, അക്കില്ലീസേ, ഞങ്ങളുടെ ദൗത്യം പരാജയപ്പെട്ടിരിക്കുന്നു. വിവരം നമ്മുടെ ജനങ്ങളെ അറിയിക്കുവാൻ ഞങ്ങൾ ഉടനെ മടങ്ങുകയാണ്. താങ്കളുടെ ഈ സ്വഭാവം വളരെ ക്രൂരമാകുന്നു. മതിയായ പരിഹാരം ചെയ്താൽ കൊലപാതകൾക്ക് പോലും മാപ്പ് നൽകുന്നവരുണ്ട്. ഇതെല്ലാം ഒരു പെണ്ണിനെ ചൊല്ലിയാണല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് അത്ഭുതം. ഒന്നിന് പകരം മഴ കൊഴുകുന്ന 7 പെൺകുടിമാരെയും വമ്പിച്ച ദ്രവ്യവും നൽകാൻ ഞങ്ങൾ തയ്യാറായിരിക്കുന്നു. അതുകൊണ്ട് താങ്കളുടെ ആത്മാർത്ഥ സുഹൃത്തുക്കളായ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ദൗത്യം സ്വീകരിച്ച് യവന ജനതയെ രക്ഷിക്കുവാൻ യുദ്ധത്തിനിറങ്ങിയാലും. അക്കില്ലീസിന്റെ കോപാഗ്നി അപ്പോഴും ആളിക്കത്തുകൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു. നിങ്ങൾ ചെന്നെൻ്റെ മറുപടി അറിയിക്കുക. ട്രോജന്മാർ ഗ്രീക്ക് കപ്പലുകളിൽ കടന്ന് അവയെ ചുട്ടെരിക്കുന്നതുവരെ ഞാൻ യുദ്ധത്തെപ്പറ്റി ചിന്തിക്കുക പോലുമില്ല. ഹെക്ടർ സ്വയം നിയന്ത്രിക്കുകയോ നിയന്ത്രിക്കപ്പെടുകയോ ചെയ്യുമെന്ന് എനിക്കറിയാം, അക്കില്ലീസ് തറപ്പിച്ചു പറഞ്ഞു. ദൗത്യ സംഘങ്ങൾ മടങ്ങി. ഫീനിക്സിന് കിടക്ക ശരിപ്പെടുത്തുവാൻ പെട്രോക്ലോസ് ആജ്ഞ നൽകി. അക്കില്ലീസ് സുന്ദരിയായ ഡയോമിഡിയസിനോട് ഒന്നിച്ചുറങ്ങി. മടങ്ങിയെത്തിയ ദൗത്യ സംഘത്തെ കണ്ടപാടെ അഗമെമ്നോൺ വിവരമാരാഞ്ഞു. അക്കില്ലീസിന്റെ കോപം ശമിച്ചിട്ടില്ലെന്നും യുദ്ധത്തിൽ തലയിടുവാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ലെന്നും ആളനാട്ടിലേക്ക് കപ്പൽ കയറുകയാണെന്നും അവർ അറിയിച്ചപ്പോൾ ഇടിവാളേറ്റ പോലെ എല്ലാവരും ഞെട്ടിത്തെരിച്ചുപോയി. ഒടുവിൽ ഡയോമിഡിയസ് നിശബ്ദത ഭഞ്ജിച്ചു. ഗർവിഷ്ഠനായ അക്കില്ലീസിനോട് നാം സഹായാഭ്യർത്ഥന ചെയ്തതും ദ്രവ്യം വാഗ്ദാനം ചെയ്തതും ബുദ്ധിശൂന്യമായി പോയി. അയാൾ വരികയോ പോവുകയോ ചെയ്യട്ടെ. നമുക്കിപ്പോൾ സ്വല്പം വീഞ്ഞു കഴിച്ച് കിടന്നുറങ്ങിയാൽ നാളെ രാവിലെ പടവെട്ടുവാൻ നല്ല ഉന്മേഷമുണ്ടാകും. എല്ലാവരുടെയും നേതൃത്വം അഗമെമ്നോൺ തന്നെ ഏറ്റെടുക്കട്ടെ. ആ അഭിപ്രായം എല്ലാവരും സർമ്മതനാ സ്വീകരിച്ചു. അഗമെമ്നോൺ രാജാവിന് അന്ന് രാത്രി ഉറങ്ങുവാൻ കഴിഞ്ഞില്ല. ട്രോജൻ പാളയങ്ങളിലെ ആളിക്കത്തുന്ന അഗ്നികുണ്ഡങ്ങളും സ്വന്തം പാളയങ്ങളിലേക്കും കപ്പലുകളിലേക്കും നോക്കുമ്പോഴുണ്ടാകുന്ന നൈരാശ്യ ബോധവും അദ്ദേഹത്തെ ഭ്രാന്ത് പിടിപ്പിച്ചു. എങ്ങനെയും നെസ്തോറിനെ കൊണ്ട് അനന്തര പരിപാടികൾ ആസൂത്രണം ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി പടക്കോപ്പുകൾ ധരിച്ച് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുവാൻ തുടങ്ങവേ മെനെലിയൂസ് അവിടെ എത്തി. അനുജൻ വന്നത് അഗമെമ്നോൺ ആശ്വാസമായി. വലിയ അജാക്സിനെയും ഐഡോമിനിയൂസിനെയും കൂട്ടിക്കൊണ്ട് കാവൽ ഭടന്മാർ നിൽക്കുന്നിടത്തേക്ക് മെനെലിയൂസിനോട് വരുവാൻ കൽപ്പിച്ചുകൊണ്ട് അഗമെമ്നോൺ നെസ്തോറിന്റെ കൂടാരത്തിലേക്ക് തിരിച്ചു. കാൽ പെരുമാറ്റം കേട്ട് ഞെട്ടി എഴുന്നേറ്റ നെസ്തോറിനോട്
സുഖമുണ്ടെങ്കിൽ തന്നോടൊന്നിച്ച് കോട്ടമതിൽക്കൽ വരെ വരണമെന്നും അവിടെ യുവഭടന്മാർ കാൽപ്പ് നിൽക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നും അഗമെമ്നോൻ അറിയിച്ചു. നെസ്തോർ തയ്യാർ. എന്നാൽ ഡയോമിഡിയസിനെയും ചെറിയ അജാക്സിനെയും ഒഡീസിയസിനെയും കൂട്ടിന് വിളിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മെനിലിയോസിന്റെ അപ്പോഴത്തെ അലസതയെക്കുറിച്ച് വൃദ്ധൻ പറയുവാൻ ഒരുങ്ങിയപ്പോൾ അഗമെമ്നോൻ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, വലിയ അജാക്സിനെയും ഐഡോമിനിയോസിനെയും വിളിച്ചുകൊണ്ട് ആവേശപൂർവ്വം അനുജനപ്പോൾ കാവൽ സ്ഥലത്ത് എത്തിക്കാണുമെന്ന്. നെസ്തോറിന് സന്തോഷമായി. അയാൾ ആദ്യം ഒഡീസിയസിനെയും പിന്നെ ഡയോമിഡിയസിനെയും അവരവരുടെ പാളയങ്ങളിൽ ചെന്ന് വിളിച്ചുണർത്തിയ ശേഷം തങ്ങൾക്ക് നേരിട്ടിരിക്കുന്ന ആപത്തിന്റെ ഭീകരതയെക്കുറിച്ച് പറഞ്ഞ് ബോധ്യപ്പെടുത്തി. ഒടുവിൽ എല്ലാവരും കൂടി കാവൽ സൈന്യങ്ങൾ കിടക്കുന്നിടത്തേക്ക് തിരിച്ചു. അവിടെ ജാഗ്രതയോടെ കാവൽ നിൽക്കുന്ന ഗ്രീക്ക് പടയാളികളെ കണ്ടപ്പോൾ നേതാക്കന്മാർക്ക് ഉത്സാഹമായി. അവർ അനന്തരം കോട്ടയുടെ മുമ്പിലേക്ക് മാറി. ഒരു സ്ഥലത്ത് വട്ടമിട്ടിരുന്ന ഒരു ആലോചന യോഗം ചേർന്നു. ശത്രുപാളയത്തിൽ നുഴഞ്ഞു കയറി രഹസ്യങ്ങൾ ചോർത്തിക്കൊണ്ടുവരുവാൻ തയ്യാറുള്ളവർ ഉണ്ടോ എന്ന് അന്വേഷിക്കുകയായിരുന്നു യോഗ ഉദ്ദേശം. ഡയോമിഡിയസും ഒഡീസിയോസും അതിന് തയ്യാറായി. ഒരു ജോഡി സിംഹങ്ങളെപ്പോലെ അവരിരുവരും പടനിലത്ത അടിഞ്ഞുകിടന്നിരുന്ന മൃതശരീരങ്ങളെയും പടച്ചട്ടകളെയും ചെന്നിന് മണിഞ്ഞ തകിടികളെയും താണ്ടി മുമ്പോട്ട് പാഞ്ഞു. ഇതേസമയം ട്രോജന്മാരും അവരവരുടെ പാളയങ്ങളിൽ ഉറക്കമണച്ചിരിക്കുകയായിരുന്നു. ഹെക്ടർ എല്ലാവരെയും വിളിച്ചുകൂട്ടി. ഗ്രീക്ക് പാളയത്തിൽ പോയി രഹസ്യം അറിഞ്ഞുകൊണ്ടുവരുവാൻ തയ്യാറുള്ളവർ ഉണ്ടോ എന്ന് ആരാൻ. കാഴ്ചയ്ക്ക് വിവൂരനെങ്കിലും ഓട്ടത്തിൽ വിരുദ്ധനായ യൂമിഡിയസിന്റെ പുത്രൻ ഡോളൻ ശത്രുപാളയത്തിലേക്ക് പോകുവാൻ തയ്യാറായി. ചെന്നായുടെ തോൽ കൊണ്ടുള്ള ഉടുപ്പും കാട്ടുപൂച്ചയുടെ ചർമ്മം കൊണ്ടുള്ള തൊപ്പിയും ധരിച്ച അമ്പും വില്ലുമായി പതുങ്ങി പുറപ്പെട്ട ഡോളനെ ഒഡീസിയസും ഡയോമിഡിയസും ഓടിച്ചിട്ട് പിടികൂടി. പേടിത്തൊണ്ടനായ അയാളെ ഭീഷണിപ്പെടുത്തിയപ്പോൾ ട്രോജൻ പാളയങ്ങളിലെ എല്ലാ രഹസ്യങ്ങളും തത്ത പറയുന്നത് പോലെ അയാൾ എണ്ണി എണ്ണി പറഞ്ഞു. ഡയോമിഡിയസ് പിന്നെ താമസിച്ചില്ല അയാളുടെ തലവെട്ടി താഴെയിടുവാൻ. അനന്തരം ഡയോമിഡിയസും ഒഡീസിയസും ഡോളലിൽ നിന്ന് ലഭിച്ച വിവരം കൊണ്ട് ട്രോജൻ പക്ഷത്തെ ത്രേഷ്യൻ സൈന്യങ്ങൾ ഇറങ്ങിക്കിടക്കുന്ന സ്ഥലത്തേക്ക് പാഞ്ഞ് പതുങ്ങി അവരുടെ രാജാവായ അരിസ്റ്റോസ്റ്റിനെയും 12 പടയാളികളെയും കഴുത്തു ഞെരിച്ച് കൊന്നുകളഞ്ഞു. ത്രേഷ്യൻ രാജാവിൻ്റെ 2 വെള്ളക്കുതിരകളെയും അഴിച്ചെടുത്ത് മടങ്ങി സ്വന്തം പാളയത്തിലെത്തിയപ്പോൾ അവിടുത്തെ സന്തോഷ കോലാഹലവും അവർക്ക് ലഭിച്ച സ്വീകരണവും പറഞ്ഞറിയിക്കുവാൻ വയ്യാത്തതായിരുന്നു. നേരം വെളുത്തതോടെ അഗമെമ്നോൻ രാജാവ് തൻ്റെ സൈന്യങ്ങളോട് പടയ്ക്കൊരുങ്ങിക്കൊള്ളുവാൻ ആജ്ഞ നൽകി. രാജാവ് പടയെടുപ്പുകൾ ധരിച്ച് തയ്യാറായി. രഥങ്ങളെ കോട്ടമതിലിന് പുറത്ത് തയ്യാറാക്കി നിർത്തിക്കൊണ്ട് കാൽനടയായിട്ടായിരുന്നു സൈന്യങ്ങളുടെ നീക്കം. അപ്പോൾ മൈതാനത്തിന്റെ മറ്റേ തലക്കൽ പ്രതിയോഗികളോട് ഏറ്റുമുട്ടുവാൻ തയ്യാറായിക്കൊണ്ട് ഹെക്ടറുടെ നേതൃത്വത്തിൽ ട്രോജൻ സേനയും അണിനിരന്നു. ഒടുവിൽ ഇരുവരും പരസ്പരം കൂട്ടിമുട്ടി പുറത്ത് ചാടി വീണു. ചീറിയടുക്കുന്ന 2 ചെന്നായങ്ങളെപ്പോലെയായിരുന്നു അത്. സിയൂസ് ദേവൻ ഒളിമ്പസിലിരുന്ന് സമരഗതി വീക്ഷിച്ചുകൊണ്ടേയിരുന്നു. പകൽ വളർന്നതോടെ സമരത്തിന്റെ ഉഗ്രതയ്ക്ക് ഊക്കേറി. നിശായുധങ്ങൾ ഇരുവശങ്ങളിലേക്കും ചീറിപ്പാറി. ഭടന്മാർ ശതകണക്കിന് നിലംപൊത്തി. ഒടുവിൽ ഗ്രീക്കുകാൽ അരളിക്കൊണ്ട് ട്രോജൻ അണികളിലേക്ക് പാഞ്ഞു കയറി. കുന്തവും ഖഡ്ഗവും മാറി മാറി പ്രയോഗിച്ച അഗമെമ്നോൻ രാജാവ് ശത്രുപക്ഷത്തെ പലരെയും കാലന്നൂർ കഴിച്ചു. പലരെയും രഥത്തിൽ നിന്ന് വലിച്ച് താഴെയിട്ടു. ചവിട്ടിക്കൊന്നു പലരുടെയും കൈയും തലയും വിട്ടുനീക്കി. ട്രോജൻ പടയാളികൾ അങ്ങനെ തുരതുരെ മരിച്ചു വീണുകൊണ്ടിരുന്നപ്പോൾ സിയൂസ് ദേവൻ തന്റെ ഇടിവാളൊന്നും മിന്നിച്ചു. എന്നിട്ട് ഐറിസ് ദേവിയെ വിളിച്ച് ഹെക്ടറോട് പടയാളികളുടെ പിന്നിൽ നിന്ന് മാത്രമേ യുദ്ധം ചെയ്യാവൂ എന്നും എന്നാൽ അഗമെമ്നോൻ മുറിവേറ്റ് പിൻവാങ്ങുന്നത് കണ്ടാലുടൻ മുൻനിരയിൽ എത്തിക്കൊള്ളണമെന്നും പറയുവാൻ അറിയിച്ചു. ഇരുട്ടുന്നതുവരെ ഗ്രീക്കുകാരന്മാരെ കൊല്ലുവാനും അവരുടെ കപ്പലുകളെ ആക്രമിക്കുവാനുള്ള ശക്തി താൻ ഹെക്ടറിന് നൽകിയതാണെന്നും അറിയിച്ചു. സിയൂസിന്റെ സന്ദേശം ലഭിച്ചപ്പോൾ ഹെക്ടറിന് സന്തോഷമായി. അഗമെമ്നോനും മുന്നേറ്റം തുടർന്നുകൊണ്ടേയിരുന്നു. ത്രയോസിൽ നിന്ന് എത്തിയ ഐഫിഡോമസ് എന്നൊരു യുവസേനാനിയെ വെട്ടുവീഴ്ത്തി. അത് കണ്ട അയാളുടെ സഹോദരൻ കൂവൻ ഒരു ഭാഗത്ത് മറഞ്ഞു നിന്നുകൊണ്ട് അഗമെമ്നോണിന്റെ പള്ളയ്ക്കൊരു കുത്തുകൊടുത്തു. അഗമെമ്നോൻ ഞെട്ടിപ്പോയി. ശരീരം കിടുകിടാ വിറച്ചു. മുറിവിൽ നിന്നും ചോര വാർന്നൊലിച്ചുകൊണ്ടിരുന്നുവെങ്കിലും കൂവനെ കുത്തിമലർത്തിയിട്ടേ രാജാവ് പിന്മാറിയുള്ളൂ. ശരീരവേദന വർദ്ധിച്ച് ദുസ്സാഹമായതോടെ അഗമെമ്നോൻ പടനലത്തിൽ നിന്നും പാളയത്തിലേക്ക് മടങ്ങി. സർവസംഹാരകമായ ഒരു ചുഴലിക്കാറ്റുപോലെ ഹെക്ടർ ഉടൻ മുന്നണിയിലേക്ക് കുതിച്ചു. ട്രോജന്മാരെ ധീരന്മാരെ എന്ന് വിളിച്ച് തൻ്റെ സൈന്യവ്യൂഹങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഹെക്ടർ ശത്രുക്കളുടെ ശിരസ്സുകൾ അരിഞ്ഞ് ഭൂതലത്തിൽ എവിടെയും ചിതറിച്ചു. രണാങ്കണത്തിൽ ശവശരീരങ്ങൾ കുമിഞ്ഞുകൂടി. ഒഡീസിയസും ഡയോമിഡിയസും പരസ്പരം നോക്കി നിന്നു. തങ്ങൾ യുദ്ധം ചെയ്യുവാൻ മറന്നുപോയോ എന്ന് ചോദിച്ച സന്ദർഭമായിരുന്നു അത്. പരസ്പര സഹതാപത്തിലൂടെ മനസ്സടിഞ്ഞുപോയ അവർ പെട്ടെന്ന് ആവേശോജ്ജലമായ ഒരു പ്രകടനത്തിന് വഴിയൊരുക്കി. ട്രോജൻ നിരയിലേക്ക് തള്ളിക്കേറി കണ്ണിൽ കണ്ടവരെയെല്ലാം വധിച്ചു. അന്നേരം അങ്ങോട്ട് കുതിച്ചെത്തിയ ഹെക്ടറിന് നേരെ ഡയോമിഡിയസ് ആഞ്ഞെറിഞ്ഞ കുന്തം അദ്ദേഹത്തിന്റെ കടുത്ത പടുത്തൊപ്പിയുടെ മുന്നടക്കൾ തുളച്ചുകൊണ്ട് മുനമടങ്ങി താഴെ വീണ്.
ഹെക്ടർ നിലത്തു വീണു പോയെങ്കിലും ഉടനടി പിടഞ്ഞെഴുന്നേറ്റ് രഥത്തിൽ കയറി രക്ഷപ്പെട്ടു. ഡയോമിഡിയസിന്റെ അടുത്ത ശ്രമം താൻ അല്പം മുമ്പ് കുന്തം കുത്തി കഥാവിശേഷനാക്കിയ അഗസ്ട്രോഫോസിന്റെ പടക്കോപ്പുകൾ കൈവശപ്പെടുത്തുവാനായിരുന്നു. എന്നാൽ അതിനുള്ള ഒരുക്കം തുടങ്ങുന്നതിന് മുമ്പേ പാരിസ് ഒളിഞ്ഞു നിന്ന ഇത് ഒരു അസ്ത്രം അയാളുടെ വലത്തേക്കാലിന്റെ മാംസളമായ ഭാഗം തുളച്ചു കയറി. വേദന കൊണ്ട് പുളഞ്ഞ അയാൾ പാരിസിന്റെ നേരെ നോക്കി. നാണം കെട്ടവനെ എന്ന് ആക്ഷേപിച്ചുകൊണ്ട് ചുണയുണ്ടെങ്കിൽ ആണുങ്ങളെ പോലെ തല ഉയർത്തിപ്പിടിച്ച് യുദ്ധം ചെയ്യുവാൻ വരൂ എന്ന് വിളിച്ചു. ഒഡീസിയസ് അപ്പോഴേക്കും ഓടിയെത്തിയ ശരം വലിച്ചൂരിയെടുത്തു. ഡയോമിഡിസ് മനസ്സില്ലാ മനസ്സോടെ കപ്പലിലേക്ക് മടങ്ങി. വ്യക്തകരമായ ആ രംഗത്ത് സ്വാത്മവിചാരത്തിൽ മുഴുങ്ങി ഒഡീസിയസ് ഏകാഗ്രനായി നിലകൊള്ളവേ ട്രോജൻ പടയാളികൾ കൂട്ടത്തോടെ ചെന്ന് അയാളെ വളഞ്ഞു. അത് കാട്ടുപന്നിയെ പിടികൂടുവാനൊരുങ്ങിയ വേട്ടപ്പട്ടികളെ പോലെയായിരുന്നു. ചുറ്റും നിന്നവർ മാറി മാറി ഒഡീസിയസിന്റെ കുന്തം അതിന്റെ വീര്യം പരീക്ഷിച്ചു. പെട്ടെന്നായിരുന്നു സമരകേസരിയായ സോക്കോസ്റ്റിന്റെ കുന്തം ഒഡീസിയസിന്റെ പരിച തകർത്ത് അയാളുടെ അരപ്പട്ട ഭേദിച്ച് വാരിയെല്ലുകൾ മുതൽ തുടവരെയുള്ള ഭാഗത്തെ തൊലി കീറി മുറിച്ചത്. കുന്തം കുത്തനെ കയറുവാൻ അഥീന അനുവദിച്ചില്ലെന്നു മാത്രം. പിന്തിരിഞ്ഞോടിയ പ്രതിയോഗിയെ ഒഡീസിയസ് അപ്പോൾ തന്നെ കുന്ത പറഞ്ഞ് വീഴ്ത്തുകയും തൻ്റെ മുറിവിൽ ചോര കൊണ്ടൊരു കളിയായിരുന്നു. പിൻവാങ്ങുവാൻ ഉടനെ ഉദ്ദേശത്തോടുകൂടി ഒഡീസിയസ് തൻ്റെ അനുചരന്മാരെ 3 പ്രാവശ്യം ഉച്ചത്തിൽ വിളിച്ചു. ആർത്തനാദം കേട്ട് ഓടിയെത്തിയ വലിയ അജാക്സും മെനീലിയസും അപ്പോൾ കണ്ടത് ഒരു പറ്റം കുറുക്കന്മാർ മുറിവേറ്റ് വീണ് കിടക്കുന്ന ഒരു കലമാന് ചുറ്റും നിന്നിക്കുന്നത് പോലെയാണ്. ട്രോജൻ സൈന്യം ഒഡീസിയസിന്റെ ചുറ്റും കൂടി ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഇര തേടിയെത്തുന്ന ഒരു സിംഹത്തെ കാണുമ്പോൾ കുറുക്കന്മാർ ഒന്നടങ്കം പ്രാണരക്ഷാർത്ഥം ഓടി ഒളിക്കുന്നത് പോലെ അജാക്സിനെ കണ്ട മാത്രയിൽ തന്നെ ട്രോജന്മാർ 4 പാടും പാലായനം ചെയ്തു. എനിലിയോസ് പിന്നീട് ഒഡ്യൂസിയസിനെ താങ്ങിപ്പിടിച്ച് പുറത്തു കൊണ്ടുവന്ന ഒരു രഥത്തിൽ കയറ്റി കപ്പലിലേക്ക് മടക്കി അയച്ചു. എന്നാൽ ഈ വസ്തുതകൾ ഒന്നും അറിയാതെ ഹെക്ടർ സ്കമാൻട്രോസ് എന്ന നദിയുടെ തീരത്ത് നിന്ന് നെസ്തോറും ഐഡിയോമിനിയൂസുമായി യുദ്ധം ചെയ്യുകയായിരുന്നു. അപ്പോൾ പാരീസ് ഗ്രീക്ക് അണികളിൽ നിന്ന് യുദ്ധം ചെയ്തിരുന്ന ശസ്ത്രക്രിയ വിദഗ്ധനായ മക്കാവോന്റെ തോളിൽ 3 മുനയുള്ള ഒരു അമ്പ് ഇത് മുറിപ്പെടുത്തി. അത് യുദ്ധത്തിന്റെ ഗതിയെ ആകെ മാറ്റി. മക്കവനെയും കൊണ്ട് നെസ്തോറും പാളയത്തിലേക്ക് മടങ്ങി. അക്കില്ലീസ് അപ്പോൾ തന്റെ കപ്പലിന്റെ മുകൾ തട്ടിലിരുന്ന യുദ്ധത്തിന്റെ ഗതിവിഗതികൾ വീക്ഷിക്കുകയായിരുന്നു. നെസ്തോറിന്റെ രഥം പാളയത്തിലേക്ക് പാഞ്ഞു കയറുന്നത് കണ്ടപ്പോൾ അക്കില്ലീസ് പെട്രോക്ലോളസിനെ വിളിച്ചു പറഞ്ഞു, അഗമെമ്നോടും കൂട്ടരും തന്റെ മുമ്പിൽ മുട്ടുകുത്താറായപ്പോയെന്ന്. ഉടനടി പാളയത്തിൽ പോയി നെസ്തോർ കൂട്ടിക്കൊണ്ടുവന്നത് മക്കോവനെയാണോ എന്നറിയുവാനും അക്കില്ലീസ് പെട്രോക്ലോസിനോട് പറഞ്ഞു. പെട്രോക്ലോസ് ഉടൻ പാളയത്തിലിറങ്ങി. ആഹാരം കഴിഞ്ഞ് വിശ്രമിച്ചു കൊണ്ടിരുന്ന നെസ്തോറിനോടും മാക്കവനോടും ചെന്ന കാര്യം അറിയിച്ചു. അക്കില്ലീസിന്റെ ഉത്കണ്ഠയിൽ അവർക്ക് അത്ഭുതം തോന്നി. കടലോരത്ത് നിരയാടിക്കിടക്കുന്ന നമ്മുടെ കപ്പലുകൾ ഒന്നടങ്കം ശത്രുക്കൾ തീവച്ച് നശിപ്പിക്കുകയും നാം എല്ലാം ഒന്നിച്ച് തുലയുകയും ചെയ്യുന്നതുവരെ അക്കില്ലീസ് കാത്തിരിക്കുവാൻ നിശ്ചയിച്ചതായിരിക്കാം നെസ്തോർ പറയുവാൻ തുടങ്ങി. അക്കില്ലീസ് തൻ്റെ ശക്തിയും ധീരരോധനയും തനിക്ക് മാത്രം പ്രയോജനപ്പെടുത്തുവാൻ മാറ്റിവെച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. ഒടുവിൽ പശ്ചാത്താപിക്കേണ്ടി വരും. നമ്മുടെ ജനത ഒന്നടങ്കം വധിക്കപ്പെട്ട് കഴിയുമ്പോൾ ഹൃദയം പൊട്ടുമാർ അയാൾ പരിതപിക്കും. നെസ്തോർ അതിനുശേഷം പെട്രോക്ലോളസിന് അയാളുടെ പിതാവ് നൽകിയ ഉപദേശത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇത്രയും കൂടി പറഞ്ഞു, അക്കില്ലീസിന്റെ സ്ഥാനം നിന്നേക്കാൾ വലുതാണെങ്കിലും നിനക്ക് അവനെ യഥാസമയം ഉപദേശിക്കാവുന്നതാണ്. നെസ്തോർ വീണ്ടും തുടർന്നു, സിയൂസ് ദേവന്റെയോ തേജിസ് ദേവിയുടെയോ ഏതെങ്കിലും ഉപദേശപ്രകാരമാണ് അക്കില്ലീസ് യുദ്ധത്തിന് ഇറങ്ങാതിരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ സൈന്യത്തെയും കൂട്ടി താങ്കൾ പുറപ്പെടുക. അക്കില്ലീസിന്റെ കവചവും താങ്കൾ വാങ്ങി ധരിക്കുക. അപ്പോൾ താങ്കൾ അദ്ദേഹമാണെന്ന് ധരിച്ച ട്രോജന്മാർ ഭയപ്പെട്ട് പിന്മാറും. നെസ്തോറിന്റെ ഈ ഉപദേശവുമായി പെട്രോക്ലോസ് തൽക്ഷണം അക്കില്ലീസിന്റെ അടുക്കിലേക്ക് പാഞ്ഞു. എന്നാൽ ഒഡീസിയസിന്റെ കപ്പലിനടുത്തെത്തിയപ്പോൾ ധീരനായ യൂറിപ്പിലോസ് വിയർപ്പിലും ചോരയിലും കുളിച്ച് ഞൊണ്ടി തുടയിൽ തുളച്ചു കയറിയ അമ്പുമായി തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ടു. ഹെക്ടറെ തടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുമോ, അതോ ഹെക്ടർ നമ്മയെല്ലാം കൊന്നൊടുക്കി വിജയം വരിക്കുമോ? പാരീസിന്റെ ഒളിവിയുമ്പേറ്റ് പാളയത്തിലേക്ക് മടങ്ങുവാൻ നിർബന്ധിതനായ യൂറിപ്പിലോസിന്റെ വാക്കുകൾ പെട്രോക്ലോസിനെ വല്ലാതെ സ്പർശിച്ചു. അക്കില്ലീസിന്റെ അടുത്തേക്ക് മടങ്ങിയെത്തുവാൻ തിടുക്കപ്പെട്ടു. അങ്ങനെ പുറപ്പെട്ട പെട്രോക്ലോസ് യൂറോപ്പിലോസിനെ താങ്ങിയെടുത്ത് പാളയത്തിൽ കൊണ്ടുപോയി കിടക്കയിൽ കിടത്തി. തുടയിൽ നിന്നും വസ്ത്രമൂരിയെടുത്ത് മുറിവ് കഴുകി മരുന്ന് വെച്ച് കെട്ടി. പ്രത്യക്ഷ ഫലം ചെയ്യുന്ന ആ മരുന്നിന്റെ വീര്യം യൂറോപ്പിലോസിനെ തൽക്ഷണം അനുഭവപ്പെട്ടു. പെട്രോക്ലോസ് യൂറോപ്പിലോസിനെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കെ 10 ട്രോജന്മാർ കോട്ടമതിൽ ആഞ്ഞടിക്കുകയും കൊടുങ്കാറ്റിന്റെ വേഗതയിൽ കുതിച്ചുകൊണ്ടിരുന്ന ഹെക്ടർ മുന്നിൽ കണ്ട എല്ലാ ഗ്രീക്ക് പടയാളികളെയും കൊന്നൊടുക്കിക്കൊണ്ട് കോട്ടമതിലിനരികെയുള്ള കിടങ്ങിന്റെ വക്കിലോളം എത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ കുതിരകൾ പിന്നോക്കം കാൽവെച്ചു. ആഴവും വീതിയുമേറിയ കിടങ്ങും വട്ടം ചാടുവാൻ കുതിരകൾ മടിച്ചു. കനത്ത കുറ്റികൾ കിടങ്ങിനെ കുത്തനെ കാഴ്ത്തിയിരുന്നതിന്റെ അപകടാവസ്ഥ മനസ്സിലാക്കിയായിരുന്നു അത്. എന്നാൽ അതൊന്നും വകവെക്കാതെ ഹെക്ടർ വീണ്ടും കുതിരകളെ കിടങ്ങ് ചാടിക്കുവാൻ പ്രേരിപ്പിച്ചപ്പോൾ
പോലിഡാമസ് ഓടിയെടുത്തുകൊണ്ട് പറഞ്ഞു, കിടങ്ങി ചാടിക്കിടന്ന് അപ്പുറത്തെത്തിയാൽ കോട്ടമതിലിനും കിടങ്ങിനും ഇടയ്ക്കെടുക്കുന്ന യുദ്ധം ചെയ്യുവാൻ കഴിയുകയില്ലെന്ന്. അതിനാൽ കാൽനടയായി അകത്തേക്ക് കടന്ന് കോട്ടമതിൽ പൊളിച്ച് കപ്പലുകളെ ആക്രമിക്കുകയാണ് വേണ്ടതെന്ന് ബുദ്ധി ഉപദേശിച്ചു. ഹെക്ടർ ഉപദേശം സ്വീകരിച്ചു. സൈന്യങ്ങളെ 5ആയി പകുത്തു. എന്നാൽ ആർപ്പ് വിളിച്ച് പടവാതിലിലൂടെ തള്ളിക്കയറുവാൻ ശ്രമിച്ച ട്രോജൻ സൈന്യങ്ങളിലെ കോട്ടയുടെ മുകളിൽ നിന്ന് വലിയ ഉരുളൻ കല്ലുകൾ തള്ളിയിട്ടും എറിഞ്ഞും പ്രയോഗം നടത്തിയും യവനന്മാർ തടുത്തു നിന്നു. യുദ്ധം വല്ലാതെ മുറുകിക്കഴിഞ്ഞിട്ടും ഹെക്ടറുടെ സേനാവിഭാഗം മുമ്പോട്ടെത്തിക്കണ്ടില്ല. പോലിഡാമാസിന്റെ ഉപദേശപ്രകാരം ഏതോ ദുശകുനം കണ്ട് പിന്മാറി നിൽക്കുകയായിരുന്നു അവർ. അത് മനസ്സിലാക്കിയപ്പോൾ ഹെക്ടർ കോപാക്രാന്തനായി അലറി. ഇപ്പോൾ യുദ്ധത്തിൽ നിന്നും പിന്മാറാനോ മറ്റാരെങ്കിലും പിന്മാറ്റാനോ ഒരുമ്പിടുന്ന പക്ഷം ഇവിടെ വെച്ച് തന്നെ ഞാൻ നിങ്ങളുടെ കഥ കഴിക്കും. ഹെക്ടർ രണപേരി മുറുക്കിക്കൊണ്ട് മുന്നോട്ട് നീങ്ങി. സിയൂസ് ദേവൻ അപ്പോൾ അഴിച്ചുവിട്ട ഒരു കാറ്റ് ട്രോജന്മാർക്ക് അനുകൂലമാക്കി. കോട്ട തകർക്കുവാൻ ട്രോജൻകാരും അവരെ തടുക്കുവാൻ യവനന്മാരും കൊണ്ട് പരിശ്രമിച്ചു. കല്ലും ചില്ലും അന്തരീക്ഷത്തിലൂടെ ചീറിപ്പറന്ന അന്തരീക്ഷം പൊടിപടലത്തിലാണ്ടു. കോട്ട പൊളിക്കുവാനുള്ള ഹെക്ടറിന്റെ ശ്രമം വിഫലമാകുന്നത് കണ്ട് സാർപ്പഡോണും അയാളുടെ സ്നേഹിതൻ ഡൗക്കോസും ചേർന്ന് വിജയത്തിന്റെ ഗതി എങ്ങനെയും ആകട്ടെ എന്ന് സ്വയം സമാശ്വസിപ്പിച്ചുകൊണ്ട് താങ്കളുടെ പടക്കളത്തിലെ കോട്ടമതിലങ്കിലേക്ക് പായിച്ചു. അത് കണ്ടുകൊണ്ട് അകലെ നിന്നും പാഞ്ഞെത്തിയ വലിയ ജാക്സ് അടുത്താൽ പൊങ്ങാത്ത ഒരു വലിയ പാറക്കല്ല് 2 കൈകൊണ്ട് മാഞ്ഞെടുത്ത് സാർപ്പഡോണിന്റെ നേരെ വീശി ഒരൊറ്റ ഏറ് കൊടുത്തു. എന്നാൽ അന്ന് തന്നെ കാണിക്കേണ്ടി വന്ന സാർപ്പഡോണിന്റെ സഹചാരിയായ എപ്പിക്തിസ് ആയിരുന്നു. അയാളുടെ തലയോട്ടി 100 കഷ്ണങ്ങളായി പൊട്ടിച്ചിതൽ. കോട്ടയ്ക്കകത്ത് യവനന്മാർ തങ്ങളുടെ സേനകളെ ബലപ്പെടുത്തുന്നതിൽ വ്യാപൃതരായിരുന്നു. കോട്ട മുതൽ വിടവുണ്ടാക്കിയ കപ്പലിലേക്ക് അടക്കുവാൻ വേണ്ടത്ര ശക്തി ട്രോജന്മാർക്കുണ്ടായിരുന്നില്ല. അതേസമയം അവിടെ ഒരു ചുവട് കെട്ടിക്കഴിഞ്ഞിരുന്ന ട്രോജന്മാരെ അവിടെ നിന്നും ആട്ടിപ്പായിക്കുവാൻ യവനന്മാർക്കും സാധ്യമായില്ല. അപ്പോൾ ഹെക്ടറിന്റെ ശബ്ദം അത്യുച്ചത്തിൽ മുഴങ്ങി, ട്രോജന്മാരെ, കോട്ടമതിൽ ഇടിച്ചു വീഴ്ത്തുക, കപ്പലുകൾക്ക് തീ കൊളുത്തുക. ആഹ്വാനം അവസാനിക്കുന്നതിന് മുമ്പേ ഹെക്ടർ കൂർത്ത മുനയുള്ള ഒരു കൂറ്റൻ പാറക്കല്ല് പൊക്കിയെടുത്ത് ഇരുമ്പഴികൾ വിലങ്ങനെ ഇട്ടിരുന്ന കോട്ടവാതിലിന് നേരെ ചുഴറ്റി ഒരൊറ്റ ഏറ് കൊടുത്തു. വാതിൽ തകർന്ന് വീണുപോയി. സംഹാരമൂർത്തിയെപ്പോലെ ഇരുകരങ്ങളിലും കുന്തവുമേന്തി ഹെക്ടർ അകത്ത് ചാടിക്കടന്നു. ആ പൈശാചികമായ മുന്നേറ്റത്തിന്റെ മുമ്പിൽ ഗ്രീക്കുകാർ പരിഭ്രാന്തരായി കപ്പുകളിലേക്ക് ഓടിക്കയറി. ഹെക്ടർ ഒരു ഉന്മത്തനെ പോലെ എവിടെയും ചീറിപ്പാഞ്ഞു. ഹെക്ടറെയും ട്രോജന്മാരെയും കപ്പൽ കണക്കിൽ സമീപം എത്തിച്ച സിയൂസ് ദേവൻ അവരെ അവിടെ നിരാലംബരാക്കി വിടുകയാണ് ചെയ്തത്. എന്നാൽ ഈ സമയത്ത് സമുദ്രദേവനായ പൊസൈഡോൺ കടലിൽ നിന്നും പൊന്തി വന്ന സമസ്ത്രോസ് പർവ്വതത്തിന്റെ കൊടുമുടിയിൽ കയറിയിരുന്നു. കപ്പലണികളിലെ കോലാഹലം വീക്ഷിക്കുകയായിരുന്നു. യവനരുടെ പരാജയത്തിൽ അദ്ദേഹത്തിന് പരിതാപമുണ്ടായി. ദേവൻ പർവ്വതത്തിൽ നിറങ്ങിയ ആഴിക്കിടയിൽ തനിൻ ധക്കത്തിൽ വാർത്തിരുന്ന ഒരു കൊട്ടാരത്തിലെത്തി. അവിടെ സൂക്ഷിച്ചിരിക്കുന്ന തൻ്റെ സ്വർണ്ണരഥത്തിൽ കയറി തിരമാല തുമ്പിയുടെ കുതിരകളെ തെളിച്ച് കപ്പലണികൾക്ക് സമീപം ചെന്നു. ട്രോജന്മാർ അപ്പോൾ ആഘോഷിച്ചുകൊണ്ട് ഹെക്ടറുടെ പിന്നാലെ തീയും കൊടുങ്കാറ്റും പോലെ പായുകയായിരുന്നു. കപ്പലുകൾ ഞൊടിയിടയിൽ പിടിച്ചു കളയാമെന്നായിരുന്നു അവർ കരുതിയത്. പക്ഷേ പൊസൈഡൻ ദേവൻ ഗ്രീക്ക് മനസ്സുകളിൽ ഉന്മേഷം കുത്തിവെച്ച് അവരെ ഉഷാറാക്കി. ദിവ്യശക്തിയുള്ള തൻ്റെ ദണ്ടുകൊണ്ടുള്ള വലിയ അജാക്സിൻ്റെയും ചെറിയ അജാക്സിൻ്റെയും പുറത്തു മൂട്ടി വീര്യം വർദ്ധിപ്പിച്ചു. എന്നിട്ട് കപ്പലുകൾക്ക് സമീപം ക്ഷീണവിവശരായി തളർന്നു കിടക്കുന്ന യവന സേവനകളെ ഇങ്ങനെ അഭിസംബോധന ചെയ്തു: ഭീരുക്കളെ, ട്രോജന്മാർ നമ്മുടെ നേരെ പാഞ്ഞെടുക്കുന്നത് കാണുന്നില്ലേ? ധൈര്യവും സമരതന്ത്രജ്ഞയുമുള്ള നമ്മുടെ നേതാക്കന്മാർ നഷ്ടപ്പെട്ടുകൊണ്ടതാണോ ഇതെല്ലാം സംഭവിക്കുന്നത്? അക്കില്ലീസിനെ അഗമെമ്നോൺ അപമാനിച്ചതുകൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നതെന്ന് സമ്മതിച്ചാൽ തന്നെയും യുദ്ധം ചെയ്യേണ്ടത് നമ്മുടെ അനിവാര്യമായ കടമയാണ്. ഹെക്ടർ അന്നേരം പ്രതിയോഗികളെ അരിഞ്ഞു വീഴ്ത്തിക്കൊണ്ടേയിരുന്നു. സംഹാരരുദ്രനെ പോലെ പായുകയായിരുന്നു ഹെക്ടർ. എന്നാൽ പൊസൈഡോണിന്റെ പ്രഭാഷണത്തിൽ നിന്നും ആവേശം ഉൾക്കൊണ്ട ഗ്രീക്ക് സേനകൾ ഒന്നാകെ കുന്തങ്ങളും ഖഡ്ഗങ്ങളുമായി ഹെക്ടറുടെ നേർക്ക് അലറിക്കുതിച്ചു വന്നപ്പോൾ അദ്ദേഹം പ്രാണനം കൊണ്ട് ഓടിമറഞ്ഞു. അവിടെ പിന്നീട് അട്ടഹാസവും ആരവും തളർച്ചയുമായിരുന്നു. ഇരുഭാഗത്തും ഒട്ടധികം പേർ മരിച്ചു വീണു. അപ്പോഴാണ് തുടയിൽ മുറിവേറ്റിരുന്ന ഒരു സ്നേഹിതനെ ശുശ്രൂഷിച്ച് മടങ്ങിവരുന്ന ഐഡോമിനിയസിനെ പൊസൈഡൻ കണ്ടുമുട്ടിയത്. ട്രോയ്ക്കെതിരായി ഗ്രീക്കുകാർ മുഴക്കിയ വീരവാദങ്ങൾ എവിടെ പോയി എന്ന് ദേവൻ പ്രജോത്ക്ഷമതപരമായ തോയസ് രാജാവിൻ്റെ ശബ്ദത്തിൽ ഐഡിയോമിസിനോട് ചോദിച്ചപ്പോൾ പരുങ്ങാനും പതുങ്ങാനും ശീലിച്ചിട്ടുള്ളവരല്ല തങ്ങളെന്ന് തുറപ്പിച്ച് പറഞ്ഞുകൊണ്ട് അയാൾ പടച്ചട്ടയും ആയുധവും അണിയുവാൻ കൂടാരത്തിലേക്ക് പോയി. നിമിഷങ്ങൾക്കകം പുറത്തു വന്ന് ഉടലെടുത്ത അശനിപാതം കണക്കിയ സമരരംഗത്തേക്ക് കുതിക്കുകയും ചെയ്തു. അപ്പോഴാണ് തൻ്റെ സന്നദ്ധ സഹചാരനായ മെരിയോണിസ്റ്റിനെ കണ്ടുമുട്ടുന്നത്. മെരിയോണിസ് ഒരു കുന്തം കിട്ടാൻ വല്ല മാർഗവുമുണ്ടോ എന്ന് അന്വേഷിച്ച് വന്നിരിക്കുകയാണ്. ശത്രു സംഹാരത്തിനു വേണ്ടി 1 അല്ല 10 വേണമെങ്കിലും തരാമല്ലോ എന്ന് പറഞ്ഞ് ഐസോമിഡിയോസ് അകത്തുപോയി മൂർച്ചയേറിയ ഒരു കുന്തം കൊണ്ടുവന്ന് കൊടുത്തു. തുടർന്ന് ഇരുവരും കൂടി ഇടത്തുവശത്തേക്ക് നീങ്ങി. നടുഭാഗത്ത് ഹെക്ടറും അജാക്സും തമ്മിൽ പൊരിഞ്ഞ യുദ്ധം നടക്കുകയായിരുന്നു. സമരാണുങ്കളത്തിലൂടെ ഗുന്തങ്ങളും ഖഡ്ഗങ്ങളും ശരങ്ങളും ചീറിപ്പാഞ്ഞു. ശതകണക്കിന് ഭടജനങ്ങൾ നിലംപതിച്ചു.
അക്കില്ലീസിന്റെ പ്രശസ്തി കൂട്ടുവാൻ വേണ്ടി യുദ്ധത്തിൽ ഹെക്ടറും ട്രോജന്മാരും ജയിക്കണമെന്ന് സിയൂസ് ദേവന് ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ ട്രോയുടെ മുമ്പിൽ ഗ്രീക്ക് പട മുഴുവനും നശിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നില്ല. എന്നാൽ പൊസൈഡൻ ദേവനാകട്ടെ തികച്ചും യവനപക്ഷക്കാരനായിരുന്നു. അങ്ങനെ ആ രണ്ട് ദേവന്മാരും യുദ്ധമാകുന്ന വടത്തിൻ്റെ ഇരുതലയ്ക്കും പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ശക്തിയായി വലിക്കുകയും കയർ പൊട്ടാതെ സൂക്ഷിക്കുകയും ചെയ്യും. പക്ഷെ ആ മത്സരക്കളിയിൽ മരിച്ചു വീണത് 10,000-കണക്കിന് പറ്റ ജനങ്ങളായിരുന്നു. ഐഡോമിനിയസ് പിന്നീട് ധീരഗ്രേനസേനായ ഓത്രിയോണസിൻ്റെയും അയാളെ രക്ഷിക്കാൻ വന്ന അസിയൂസിൻ്റെയും ഗളത്തിൽ ആയുധം കുത്തിയിറക്കി. ഏറ്റുമുട്ടിയ ഏവരെ നിലപ്പതിപ്പിച്ചുകൊണ്ട് ഐഡോമിനിയസ് ഉന്മത്തനായ അലറി നടന്നപ്പോൾ ഡിയോഫേബിക്സും ഈനിയസും കൂടി അയാളെ വളഞ്ഞു. കൂടി രക്ഷപ്പെടുവാൻ അയാൾക്ക് മനസ്സുണ്ടായിരുന്നില്ല. വേട്ടനായികളെയും ശിക്കാരികളെയും എതിർത്തു നിന്നുദിക്കുന്ന കാട്ടുപന്നിയെ പോലെ അയാൾ തൻ്റെ കുന്തം ചുഴറ്റി നിന്നു. ഉത്തരക്ഷണത്തിൽ അയാളുടെ കൂട്ടുകാർ സഹായത്തിനെത്തി. ഈനിയസ്റ്റും ട്രോജൻ അണികളിൽ നിന്നും സേനാധിപതികളെത്തി. യുദ്ധം അതിഘോരമായിരുന്നു. കവചങ്ങളും ഏറ്റുമുട്ടിയപ്പോൾ ഉയർന്ന ഘണഘണനാദം ഭീതിമതമായിരുന്നു. ഓരോരുത്തരും അന്യോന്യം കുന്തമറിഞ്ഞു, വാൾ കൊണ്ട് വെട്ടി, അസ്ത്രം പായിച്ചു. ഫലമെന്ത്? വയറുകീറി നെഞ്ചു തുളഞ്ഞ് നെറ്റി പൊട്ടി തോൾ മുറിഞ്ഞ് മെനിലിയോസ് ഒരവസരത്തിൽ തൻ്റെ നേരെ ആയുധ അമ്പിൻ്റെ ഹെലസ്തോസിൻ്റെയും കൈക്ക് നേരെ കുന്തം വായിപ്പിച്ച് മുറിപ്പെടുത്തുകയും മറ്റൊരവസരത്തിൽ തൻ്റെ നേർക്ക് പാഞ്ഞെടുത്ത് കൈക്കോടാലി പ്രയോഗിച്ച് പ്രീസൻഡ്രോസിൻ്റെ നിരത്തലത്തിൽ തന്നെ കുന്തമിറക്കി തലയോട്ടി പൊട്ടിക്കുകയും ചെയ്തു. വിജയലഹരി മൂത്തപ്പോൾ മെനിലിയോസ് അലറി, ഹേ ട്രോജന്മാരെ, വൃത്തികെട്ട ശ്വാനന്മാരാണ് നിങ്ങൾ. എൻ്റെ ഭവനത്തിൽ അതിഥികളായി താമസിച്ച ശേഷം എൻ്റെ പത്നിയെ നിങ്ങൾ അപഹരിച്ചു. എൻ്റെ സ്വത്തുക്കൾ കൈവശപ്പെടുത്തി. നിങ്ങൾക്ക് തിരിച്ചടി കിട്ടാറായി കഴിഞ്ഞു. സിയൂസ് ദേവ, അങ്ങീ പരമനിഷ്ഠുരന്മാരോട് കാണിക്കുന്ന കാരുണ്യം പരിതാപകരമാണ്. സമരം കാട്ടുതീ പോലെ പടർന്നു പിടിച്ച ആളെ കുത്തിക്കൊണ്ടിരിക്കുന്ന സമയമായപ്പോൾ ഹെക്ടർ താൻ ആദ്യം വാതിൽ തല്ലിപ്പൊളിച്ച് അകത്ത് കിടന്ന ഗ്രീക്ക് സേനാവ്യൂഹത്തെ ഭേദിച്ച് നിലകൊണ്ട അതേ സ്ഥാനത്ത് തന്നെ നിൽക്കുകയായിരുന്നു. കോട്ട മതിലിൻ്റെ പൊക്കം കുറഞ്ഞ ഭാഗത്ത് ഭടന്മാരുടെയും രഥങ്ങളുടെയും ഘോര സംഘട്ടനങ്ങൾ നടക്കുകയായിരുന്നു. പ്രളയാഗ്നി പോലെ ആളിപ്പടർന്ന് കത്തി നിൽക്കുന്ന ഹെക്ടറെ തടുത്തു നിർത്തുവാൻ ഗ്രീക്കുകാർ നന്നേ പണിപ്പെടുന്നുണ്ടായിരുന്നു. ഒരിഞ്ച് പോലും അദ്ദേഹത്തെ പുറകോട്ടും തള്ളിമാറ്റുവാനും അവർക്ക് കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ ഗ്രീക്ക് ഭടന്മാർ അഭയസ്ഥാനങ്ങളിൽ പതിയിരുന്നു കൊണ്ട് ട്രോജന്മാർക്കെതിരെ വില്ലും കവണിയും പ്രയോഗിച്ചു. ട്രോജന്മാർ പലപ്പോഴും അണിതെറ്റിച്ചത്. പോളിഡാമിൻ്റെ രംഗപ്രവേശം ആ സമയത്തായിരുന്നു. തങ്ങളുടെ ധീര നേതാവായ ഹെക്ടറിനെ അല്പം ഉപദേശിക്കുവാൻ തന്നെ അയാൾ തീരുമാനിച്ചു. കപ്പലണികൾ ചിതറിക്കിടക്കുന്ന ട്രോജന്മാർ തങ്ങളെക്കാൾ എണ്ണത്തിൽ കൂടുതലുള്ള ശത്രുഭടന്മാരോട് ഘോരസമരം നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ജയപരാജയങ്ങൾ ദൈവത്തിൽ അർപ്പിച്ചുകൊണ്ട് അവിടെ തന്നെ നിന്ന് യുദ്ധം ചെയ്യണോ, അതോ കിട്ടിയ സന്ദർഭം പാഴാക്കാതെ പിൻവാങ്ങണോ? എൻ്റെ അഭിപ്രായത്തിൽ പ്രമാണികളായ സേനാധിപന്മാരെ വിളിച്ച് വിശദമായ ഒരു ചർച്ചയാണിപ്പോൾ ആവശ്യമെന്ന് പറഞ്ഞു. ഹെക്ടർ ഉപദേശം സ്വീകരിച്ച് പടനായകന്മാരെ ഓരോരുത്തരായി കണ്ട് എല്ലാവരോടും പാളയത്തിലേക്ക് തിരിച്ചുവിട്ടു. പാരിസിനെയും തിരിച്ചുവിട്ടു. സിയൂസ് ദേവൻ ഇരുഭാഗത്തെയും സൈനികരുടെ ഹൃദയങ്ങളിൽ സമരാവേശം പ്രജ്വലിപ്പിച്ചു. ട്രോജൻകാർ ആയുധങ്ങളുടെ ഇരുമ്പലോടുകൂടി അണിനിരയായി പടനീക്കം തുടങ്ങി. എല്ലാവരുടെയും മുമ്പിൽ കരുത്തേറിയ പരിചയുടെ മറപിടിച്ചും പടത്തൊപ്പിയുടെ തൊങ്ങലുകൾ പറിച്ചുകൊണ്ടും സംഹാരമൂർത്തിയെപ്പോലെ മുന്നേറിയ ഹെക്ടർക്ക് യവന നിരയെ ഭേദിക്കുവാൻ സാധ്യമായില്ല. അപ്പോൾ അജാക്സ് മുന്നോട്ട് വന്ന് ഹെക്ടറെ വെല്ലുവിളിച്ചുകൊണ്ട് തങ്ങളുടെ കപ്പലുകൾ തകർത്തു കളയണമെന്നുള്ള വ്യാമോഹം മനസ്സിൽ വെച്ചാൽ മതി, വിസ്തൃതമായ നിങ്ങളുടെ നഗരമായിരിക്കും ഇപ്പോൾ ഞങ്ങൾ തകർക്കുവാൻ പോകുന്നത്. വിഡ്ഢിയായ അജാക്സെ, ഹെക്ടർ വിട്ടുകൊടുത്തില്ല. ഗ്രീക്കുകാർ ഒന്നടങ്കം ചത്തുമലയ്ക്കുവാൻ പോകുന്നത് ഇന്നാണ്. എൻ്റെ കുന്തക്കുത്തേറ്റ് നിങ്ങൾ നിങ്ങളുടെ കപ്പലുകൾക്ക് മുമ്പിൽ പിടഞ്ഞു വീണ് മരിക്കുമ്പോൾ ട്രോയിലെ ശ്മശാനങ്ങളും കഴുകന്മാരും നിങ്ങളുടെ ശവം കുത്തിപ്പറിച്ചു തിങ്ങും. ഇത് നിശ്ചയം. തുടരും.